ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ഇനിയും വേണ്ട പോലെ പിടികിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. 2014 മുതൽ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുക. അതിനുമുമ്പ് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു. അവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ള വീരപരാക്രമങ്ങൾ, ധീരേതിഹാസങ്ങൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ എന്നിട്ടും ആരാണ് ഈ മോദി? അക്കാര്യത്തിലൊരു വേണ്ട തിട്ടം കോൺഗ്രസ്സുകാർക്ക് വന്നിട്ടുണ്ടോ? നമുക്ക് ധാരാളം പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നല്ല ഒന്നാം നമ്പർ ഭരണകർത്താക്കൾ, സാമ്പത്തിക കാര്യ വിദഗ്ധർ, വിദേശകാര്യ വിഷയങ്ങളിലെ പ്രഗത്ഭർ, സ്റ്റേറ്റ്സ്മാൻമാരെന്ന് പറയാവുന്ന ആളുകൾ, അങ്ങനെ എത്രയെത്ര പ്രധാനമന്ത്രിമാർ. നമ്മുടെ ജവഹർലാൽ നെഹ്റു നവഭാരത ശില്പിയായിരുന്നു. ഇന്ദിരാഗാന്ധി, നമ്മളിപ്പോൾ ചില പ്രധാനമന്ത്രിമാരെ കുറിച്ചൊക്കെ 56 ഇഞ്ച് 66 ഇഞ്ച് എന്നൊക്കെ കണക്ക് പറയും. പക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും ധീരയായ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആർക്കാ സംശയം? പാകിസ്ഥാൻ നമുക്കൊരു സ്ഥിരം തലവേദനയായിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി എന്താ ചെയ്തത്? പാകിസ്ഥാനെ രണ്ടായിട്ട് വിഭജിച്ച് കളഞ്ഞു. അതിനെ നെടുകയും കീറി മുറിച്ചു നമ്മുടെ ശത്രു രാജ്യത്തെ. ഇക്കാലത്ത് രാത്രിയിലെ 1-2 വിമാനങ്ങളിൽ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്നു ചെന്ന് ബോംബിടുന്ന ആ സർജിക്കൽ സ്ട്രൈക്കിനെ വാനോളം പുകഴ്ത്തുന്ന ഒരു സമയമാണ് നമ്മുടേത്. നേരത്തെയും സർജിക്കൽ സ്ട്രൈക്കുകൾ നടന്നിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പലവട്ടം അതുണ്ടായിട്ടുണ്ട്, നമ്മുടെ AK ആന്റണി പ്രതിരോധ മന്ത്രി ആയിരിക്കുന്ന സമയത്ത്. പക്ഷേ അന്ന് അതാരും കൊട്ടിഘോഷിച്ചില്ല. ഇപ്പോഴത് വലിയ സംഭവമായിട്ടാണ് വാഴ്ത്തപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി ചെയ്തത് സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നില്ല. പാകിസ്ഥാനുമായിട്ട് നേരിട്ട് യുദ്ധം നടത്തി. കിഴക്കൻ പാകിസ്ഥാനിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പുതുതായി സൃഷ്ടിച്ചെടുത്തു. ലഫ്റ്റനന്റ് ജനറൽ AK നിയാസി ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ പട്ടാളത്തെ നയിച്ച പട്ടാളത്തലവനാണ്. അവിടെ നമ്മുടെ സൈന്യാധിപനായിരുന്ന ജഗ്ജിത് സിംഗ് അറോറയുടെ മുമ്പിൽ അദ്ദേഹം ഒരു കരാറിൽ ഒപ്പുവെച്ചു. യുദ്ധം അവസാനിച്ചപ്പോൾ അത് വെടിനിർത്തൽ രേഖയായിരുന്നില്ല, അല്ലെങ്കിൽ യുദ്ധവിരാമ കരാറായിരുന്നില്ല, കീഴടങ്ങൽ രേഖയായിരുന്നു. ഇൻസ്ട്രുമെൻ്റ് ഓഫ് സറണ്ടർ. പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യൻ പട്ടാളത്തിൻ്റെ മുമ്പിൽ നിരുപാധികം കീഴടങ്ങുന്ന രേഖയിലാണ് അന്ന് പാകിസ്ഥാൻ ഒപ്പുവെച്ചത്. അതായിരുന്നു ഇന്ദിരാഗാന്ധി. അന്ന് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക 7ാം കപ്പൽപ്പടയെ അയച്ചു, ഇന്ത്യ സമുദ്രത്തിലേക്ക് അയച്ചു. ഇന്ദിരാഗാന്ധി അന്ന് അമേരിക്കയോട് പറഞ്ഞു, ഈ കപ്പൽപ്പട ഇന്ത്യ സമുദ്രത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവർ എങ്ങനെ തിരിച്ചു പോകണം, ജീവനോടെ വേണമോ അല്ലാതെ വേണമോ, അത് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും, ഇന്ത്യ ആയിരിക്കും, ഞാനായിരിക്കും, ഇന്ദിരാഗാന്ധി ആയിരിക്കും എന്നാണ് അന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അതുപോലെ ധീരയായിരുന്നു. സാമ്പത്തികമായിട്ട് ഇന്ത്യയെ കരകയറ്റിയത് PB നരസിംഹറാവുവും അതുപോലെ തന്നെ മൻമോഹൻ സിംഗുമായിരുന്നു. അങ്ങനെ വലിയ പാരമ്പര്യമുള്ള കഴിവ് തെളിയിച്ച നേതാക്കൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്നിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം സാധാരണ മനുഷ്യരായിരുന്നു. അവർക്ക് അമാനുഷമായ കഴിവുകളൊന്നും ആരും അവകാശപ്പെട്ടിരുന്നില്ല. പ്രതിപക്ഷത്തിന്, മാധ്യമങ്ങൾക്ക്, ഇന്ത്യയിലെ സാധാരണക്കാർക്ക് അവരെയൊക്കെ വിമർശിക്കാമായിരുന്നു, വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ആർക്കും കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് സ്ഥിതി വേറെയാ. നമ്മുടെ ഇപ്പോഴത്തെ 56 ഇഞ്ചിനെ വിമർശിക്കാൻ പാടില്ല. അദ്ദേഹം സാധാരണ മനുഷ്യനല്ല, ദൈവമാണെന്ന് പറയുന്നില്ല, പക്ഷെ ദൈവത്തോട് അടുത്തു നിൽക്കുന്ന ഒരാളാണ്. ദൈവജ്ഞനാണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധിവിശേഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തെറ്റു സംഭവിക്കില്ല എന്നുള്ളതാണ്. മനുഷ്യരാണെങ്കിൽ തെറ്റുപറ്റും. നെഹ്റുവിന് തെറ്റുപറ്റും, ഇന്ദിരാഗാന്ധിക്കും തെറ്റുപറ്റും. അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ച തെറ്റായിരുന്നു. അതിന് ഇന്ത്യൻ ജനത അവരെ ശിക്ഷിച്ചു. പക്ഷേ 3 വർഷത്തിനകം അവരെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ നരേന്ദ്രമോദിക്ക് ഒരു തരത്തിലുമുള്ള മാനുഷികമായ തെറ്റുകളൊന്നും സംഭവിക്കില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊന്നും അന്ധരായ ഭക്തർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കഥകൾ മാത്രമല്ല, സാക്ഷാൽ മോദി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് അദ്ദേഹം നടത്തിയൊരു വളരെ പ്രസിദ്ധമായ പ്രസംഗമുണ്ട്. അദ്ദേഹത്തെ തന്നെ നിർവചിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗം. ഞാനൊരു സാധാരണ ജന്മമല്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരു സാധാരണ ബയോളജിക്കൽ ബർത്ത് അല്ല എൻ്റേത് എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിൽ നിന്ന് നേരിട്ട് വന്ന ആളാണ്. ദൈവം നിയോഗിച്ചയച്ചിരിക്കുകയാണ് ഇന്ത്യയെ ഒന്ന് രക്ഷിക്കാൻ. അത്തരത്തിലുള്ള ഒരാളാണ് ഞാൻ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതേ സ്റ്റേജിലുള്ള ഒരാൾ ഇങ്ങനെ ഒരു അവകാശവാദം പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷേ കോൺഗ്രസ്സുകാർ ഇപ്പോഴും മോദിയെ കാണുന്നത് ഒരു സാധാരണ മനുഷ്യനായിട്ടാണ്. സാധാരണ മനുഷ്യനായ ഒരു സാധാരണ പ്രധാനമന്ത്രി. അവിടെയാണ് അവർക്ക്
തെറ്റു സംഭവിക്കുന്നത്. മോദിക്ക് മുമ്പ് ഞാൻ ദൈവപുത്രനാണ് എന്ന് സ്വയം പറഞ്ഞിട്ടുള്ള ഒരാളേ ഉള്ളൂ. അത് സാക്ഷാൽ യേശു ക്രിസ്തുവാണ്. നമ്മുടെ മോദിയാണ് പിന്നീടുള്ളത്. അദ്ദേഹം പെട്ടെന്ന് ദൈവിക ഭാവങ്ങളുള്ള ഒരാളായി മാറുകയും പിന്നീട് ഒരു രാത്രി കഴിഞ്ഞാൽ, ചിലപ്പോൾ ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ പോലെ ആവുകയും ചെയ്യും. 2024 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ദിവസങ്ങളിലൊന്നിൽ അദ്ദേഹം നമ്മുടെ കന്യാകുമാരി വന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അവിടെ വന്നിട്ട് വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ധ്യാന നിമഗ്നനായിട്ട് ഇരുന്നു. ആ ചിത്രങ്ങൾ ഗവൺമെൻറ് പുറത്തിറക്കിയ ചിത്രങ്ങളൊന്ന് കാണേണ്ടതായിരുന്നു. അത് ജനങ്ങൾ കാണാൻ വേണ്ടി തന്നെയാണ് ഈ ധ്യാനം നടത്തിയത്. സാധാരണഗതിയിൽ ഒരാൾ ഔദ്യോഗിക തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് കൃത്യനിർവഹണത്തിൽ നിന്ന് മാറിയെന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ധ്യാനത്തിലിരിക്കുക, അതൊക്കെ വളരെ സ്വകാര്യമായ കാര്യങ്ങളാണ്. അത് ആരോടും പറയാനുള്ളതല്ല. പക്ഷേ വിവേകാനന്ദ പാറയിൽ കന്യാകുമാരിയിൽ നമ്മുടെ പ്രധാനമന്ത്രി ധ്യാനത്തിലിരുന്നത് സർക്കാർ തന്നെ എല്ലാവരിലും എത്തിച്ചു. എന്തൊരു തേജസ്സായിരുന്നു ആ മുഖത്ത്. ആ കാവ്യമൊക്കെ പുതച്ച് പ്രാർത്ഥന നിരതനായിരിക്കുന്ന മോദി കണ്ടാലൊരു ദൈവമല്ല, അല്ലെങ്കിൽ ദൈവ സൃഷ്ടിയല്ലെന്ന് ആർക്കാണ് തോന്നുക? തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിൽ, അത് വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം വോട്ടെണ്ണലിന് 4-5 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് കേദാർനാഥിലെ ഒരു ഗുഹയിൽ അദ്ദേഹം ഒരു രാത്രി ചെലവഴിച്ചു. പ്രാർത്ഥനയിൽ, ധ്യാനത്തിൽ, ധ്യാന നിമഗ്നനായി ഒരു രാത്രി തന്നെ ചെലവഴിച്ചു എന്നാണ് ഓർമ്മ. അദ്ദേഹം അങ്ങനെ പലപ്പോഴും ഇത്തരത്തിലുള്ള വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. അതാണ് മോദി. അങ്ങനെയാണ് മോദി മറ്റുള്ളവരെക്കാൾ, നെഹ്റുവിനേക്കാൾ, ഇന്ദിരാഗാന്ധിയേക്കാൾ, എന്തിന് സാക്ഷാൽ അടൽ ബിഹാരി വാജ്പേയിയേക്കാൾ കേമനാകുന്നത്, ദൈവ സാന്നിധ്യമുള്ളൊരു മനുഷ്യനാവുന്നത്, ദൈവസ്പർശമുള്ള ഒരാളായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ ആയിട്ടുള്ള മോദിയെക്കുറിച്ചാണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ, ഒരു സാധാരണ മനുഷ്യൻ, കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ് എന്നുള്ളതേ ഉള്ളൂ, വെറും ഒരു സാധാരണക്കാരനായ മനുഷ്യൻ തീവ്രവാദി എന്ന് വിളിക്കുന്നത്. ആരെക്കുറിച്ചാണ്? മോദിയെക്കുറിച്ച്. മോദി എന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തോട് അടുത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനല്ലാത്ത ഒരാൾ, തെറ്റു സംഭവിക്കാത്ത ഒരാൾ, കുറ്റങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരാൾ. അദ്ദേഹത്തെ കയറി നമ്മുടെ ഖാർഗെ വിളിക്കുക കോൺഗ്രസ് പ്രസിഡന്റാണെന്നുള്ള ഒരു അഹങ്കാരത്തിൽ. അല്ലാതെ എന്താ പറയുക? തീവ്രവാദി എന്ന്. ഭീകരപ്രവർത്തകൻ എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ, തീവ്രവാദി എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതാ പറഞ്ഞത്. കോൺഗ്രസ്സുകാർ ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് മോദി ഒരു സാധാരണ മനുഷ്യനാണെന്ന, അദ്ദേഹത്തിന് തെറ്റുകൾ സംഭവിക്കുമെന്ന. ഈ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ഈ വനിതാ സംവരണ ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങൾക്കൊരു വിചാരമുണ്ട് നിങ്ങളാണ് ഇന്ത്യയെന്ന്, നിങ്ങളാണ് ഇന്ത്യൻ ജനതയെന്ന്, അല്ലെങ്കിൽ മോദിയാണ് ഇന്ത്യയെന്ന് നിങ്ങൾക്കൊരു വിചാരമുണ്ട്. നിങ്ങളാണ് സൈന്യമെന്ന്, സായുധ സേനകൾ എന്ന് നിങ്ങൾക്കൊരു ചിന്തയുണ്ട്. അതൊന്നും ശരിയല്ല. നിങ്ങളിതൊന്നും അല്ല. നിങ്ങൾ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമോ, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന്മാർ മാത്രമാണ്. അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതാ. പക്ഷെ രാഹുൽ ഇതൊക്കെ ഒരു ഓളത്തിൽ അങ്ങനെ പറയാമെന്നല്ലാതെ വസ്തുത എവിടെ കിടക്കുന്നത്? സത്യം കിടക്കുന്നത് എവിടെ? മോദി ഒരു സാധാരണ മനുഷ്യനല്ല എന്നുള്ളിടത്താണ്. അത്തരത്തിലുള്ള ഒരാളെ മല്ലികാർജുന ഖാർഗെ തീവ്രവാദി എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്ഷമിക്കാൻ പറ്റുമോ? അങ്ങനെ വന്നാൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ വെറും ഒരു ബി ടീമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടിയെടുക്കാതിരിക്കാൻ പറ്റുമോ? ഒരു നോട്ടീസെങ്കിലും അയക്കാതിരിക്കാൻ സാധിക്കുമോ? അത്രയുമെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ ഈ അധികാര സ്ഥാനത്തിരുത്തിയ മോദിയോടും അമിത്ഷായോടും ഒക്കെ നമ്മൾ എന്ത് മറുപടിയാണ് പറയുക? അവിടെ മുമ്പിൽ നമുക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് അത് സംബന്ധിച്ചൊരു പരാതി കിട്ടിയ പാടെ മല്ലികാർജുന ഖാർഗെക്ക് ഒരു നോട്ടീസ് അയച്ചത്. 24 മണിക്കൂറിനകം വിശദീകരണം തരണമെന്ന് പറഞ്ഞിരിക്കുക. അത് കഴിഞ്ഞാൽ പാവം ഖാർഗെജിക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞ് അറിഞ്ഞുകൂടാ കേട്ടോ, നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തു ചെയ്യും? അദ്ദേഹത്തെ തൂക്കിലിടാൻ തീരുമാനിക്കുമോ വിധിക്കുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും നോട്ടീസ് അയച്ചിരിക്കുക. അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. 24 മണിക്കൂർ മാത്രം. ചെന്നൈയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ഖാർഗെജി ഈ പദം ഉപയോഗിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെന്നതാ. അവരോരോന്ന് ചോദിച്ചു. ഈ ED ഉപയോഗിക്കുന്നു, ഈ ഇൻകം ടാക്സിനെ ഉപയോഗിക്കുന്നു, CBI ഉപയോഗിക്കുന്നു, അങ്ങനെ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു. ഇതേപ്പറ്റിയൊക്കെ സംസാരിച്ചു വന്നപ്പോൾ ഖാർഗെജി ഒരു സത്യം അങ്ങ് പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലായിട്ടുള്ള ഒരു വിവരം, അതായത് ഈ വക ഭരണഘടനാ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ സംവിധാനങ്ങളെ ഉപയോഗിച്ച് പ്രധാനമന്ത്രി മോദിയും ഈ ഗവൺമെൻറ്റും പ്രതിപക്ഷ നേതാക്കളെയും
വിമർശിക്കുന്നവരെയും പ്രതിഷേധിക്കുന്നവരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വസ്തുത അങ്ങ് പറഞ്ഞു. സംഗതി ശരിയല്ലയോ? ഇത് തീവ്രവാദമാണെന്ന് പറഞ്ഞു, ഇത് ചെയ്യുന്നത് തീവ്രവാദികളാണെന്ന് പറഞ്ഞു. അദ്ദേഹം അതാണ് പറഞ്ഞത്. അതാണിപ്പോൾ വലിയൊരു അപരാധമായിരിക്കുന്നത്. 83 വയസ്സുള്ള ഖാർഗെ, ഈ കാലത്തിനിടയ്ക്ക് അദ്ദേഹം എത്ര ഉത്തരവാദിത്തങ്ങൾ, എത്ര പദവികൾ വഹിച്ചിട്ടുണ്ട്, രാജ്യത്തെ പലതരത്തിൽ സേവിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വലിയ അപരാധം, പറഞ്ഞല്ലോ, മഹാ അപരാധം. അതാണ് ഈ തീവ്രവാദി എന്ന് നമ്മുടെ പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത്. സാധാ ഒരു മനുഷ്യനല്ല, സാധാ വ്യക്തിയല്ല, തെറ്റുപറ്റാത്ത ആളാണ്, ദൈവികത്വമുള്ള ആളാണ്, മറ്റേ പ്രധാനമന്ത്രിമാരെക്കാളൊക്കെ വ്യത്യസ്തനാണ്. അദ്ദേഹത്തെ കയറി തീവ്രവാദി എന്നോ മറ്റോ വിളിച്ചാൽ ഖാർഗെജിയിൽ ആരാണെങ്കിലും വിവരമറിയും. ഇത് കേട്ടിട്ട് BJPക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. ഈ ഭൂലോകം അങ്ങ് രണ്ടായിട്ട് പിളർന്നു പോകുന്നു എന്നാണ് അവർക്ക് തോന്നിയത്. കേന്ദ്ര മന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, കിരൺ റിജ്ജു, അർജുൻ റാം മേഘ്വാൾ, അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി BJPയുടെ അരുൺ സിംഗ്, അങ്ങനെ ഒരു വലിയ സംഘം കലിതുള്ളി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ജ്ഞാനേഷ് കുമാർ അവിടെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ കണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. തമ്മിൽ കണ്ടിരുന്നെങ്കിൽ ഈ ഹൈ ലെവൽ മന്ത്രിസഭാ ഡെലിഗേഷനെ കണ്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ടുണ്ടാവും. BJPയുടെ ആവശ്യം മനസ്സിലായ അടുത്ത നിമിഷത്തിൽ കമ്മീഷൻ പറഞ്ഞു, ആരവിടെ? മല്ലികാർജ്ജുന ഖാർഗെക്ക് നോട്ടീസ് അയക്കട്ടെ, അദ്ദേഹം 24 മണിക്കൂറിനകം വിശദീകരണം നൽകട്ടെ എന്ന് ഉത്തരവിട്ടു. അതിന് തെറ്റൊന്നുമില്ല. കാരണം BJP പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ അത് ചെയ്തേ പറ്റൂ. ജ്ഞാനേഷ് കുമാറൊക്കെ BJPയുടെ സൃഷ്ടിയാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. ഈ കമ്മീഷൻ തന്നെ BJP സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ബി ടീമാണ്. മോഡി ദൈവതുല്യനാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഉപദേവതയാണ്. അപ്പോൾ പിന്നെ നടപടി എടുക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷേ ആ തിടുക്കത്തിനിടയ്ക്ക് ഒരു മഹാ അബദ്ധം പറ്റിപ്പോയി കമ്മീഷന്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാമാണികമായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഒരു പരാതി കിട്ടുമ്പോൾ അതിനൊരു നോട്ടീസ് അയക്കുമ്പോൾ തെറ്റ് സംഭവിക്കാതെ നോക്കണ്ടേ? ഈ നോട്ടീസിൽ എന്താ പറഞ്ഞിരുന്നത്? തൃണമൂൽ കോൺഗ്രസ് നേതാവായ ഡെറിക് ഒബ്രയാൻ, അതുപോലെ തന്നെ മന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, കിരൺ റിജ്ജു മുതലായവരുടെ പരാതി അനുസരിച്ച് നോട്ടീസ് അയക്കുന്നതാണ്. അതിനകത്തൊരു തൃണമൂൽ കോൺഗ്രസ്സുകാരനെ കൂടെ പിടിച്ചിട്ടു. തൃണമൂൽ കോൺഗ്രസിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മല്ലികാർജ്ജുന ഖാർഗെ തീവ്രവാദി എന്ന് പ്രധാനമന്ത്രിയെ വിളിച്ചെങ്കിൽ പ്രതിഷേധിക്കേണ്ട ആവശ്യം തൃണമൂൽ കോൺഗ്രസിന് ഇല്ല. പക്ഷേ അതുകൂടെ കയറി അങ്ങ് പിടിച്ചിട്ടു. അടുത്ത കാലത്ത് ഈ ഡെറിക് ഒബ്രയാനുമായിട്ട് നമ്മുടെ ജ്ഞാനേഷ് കുമാർ തന്നെ ഒരു ഈശാപോശം ഉണ്ടായതാണ്. ഈ വോട്ടർ പട്ടിക പരിഷ്കരണം SIR അതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി പറയാൻ ചെന്നപ്പോൾ ഈ ഡെറിക് ഒബ്രയാൻ പറയേണ്ടതൊക്കെ നല്ല വൃത്തിയായ ഭാഷയിൽ ജ്ഞാനേഷ് കുമാറിനോടൊക്കെ പറഞ്ഞു. താൻ ഇവിടുന്ന് ഇറങ്ങിപ്പോണമെന്നൊക്കെയായി നമ്മുടെ ജ്ഞാനേഷ് കുമാർ. ഉത്തരവാദിത്തപ്പെട്ട ഒരു MPയാണ്, മന്ത്രിയൊക്കെ ആയിട്ടിരുന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തോട് ഇറങ്ങിപ്പോക്കോളാൻ ആര്? തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അങ്ങനെ ഇവർ തമ്മിൽ എന്തോ ഒരു സൂക്കറവുണ്ടായിരുന്നു. അതിൻ്റെ ഫലമാണോ എന്നറിയില്ല. നോട്ടീസ് അയച്ചപ്പോൾ ഡെറിക് ഒബ്രിയാൻ്റെ പരാതി കൂടെ പരിഗണിച്ചാണിതെന്ന് അങ്ങ് എഴുതി. തെറ്റുപറ്റിയപ്പോൾ പിന്നെ തിരുത്തേണ്ടി വന്നു. ആലോചിച്ച് നോക്കണം, എന്തൊരു തിടുക്കമാ. തിരക്ക് പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്താലേ ഇതുപോലെ തെറ്റുകളുണ്ടാവും. മനസ്സിലായില്ലേ? ഡെറിക് ഒബ്രിയാൻ മല്ലികാർജ്ജുന ഖാർഗെക്കെതിരായിട്ട് പരാതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വിചാരിച്ച് നോട്ടീസ് അയക്കാമെന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടത്തിയതൊക്കെ ഏത് രീതിയിലായിരിക്കും? സംശയിച്ചു സാധാരണ ജനങ്ങൾ കേട്ടോ. ഒരു നോട്ടീസ് അയക്കാൻ മര്യാദയ്ക്ക് അറിയാൻ മേലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവരൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തുക? ഓ, ഖാർഗെക്കെതിരെ നിങ്ങൾ നോട്ടീസ് അയച്ചോ, 24 മണിക്കൂറോ 48 മണിക്കൂറോ ഞങ്ങൾ എന്താ വേണ്ടതെന്ന് ചെയ്തോളാം. അതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. പക്ഷേ അവർ മറ്റൊരു കാര്യം ചോദിക്കുക, ഞങ്ങൾ ഈ മോദിക്കെതിരായിട്ടൊരു പരാതി അയച്ചായിരുന്നല്ലോ, അതിനെന്ത് സംഭവിച്ചു? വളരെ ക്ലിയറായിട്ടുള്ളൊരു കേസാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രധാനമന്ത്രി ലംഘിച്ചു എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ ഒരു കൊച്ചുകുട്ടി പോലും പറയും. അതേ പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ സർക്കാരിന് ഒരു പരാജയം സംഭവിച്ചു. ഈ വനിതാ സംവരണ ഭേദഗതി ബില്ല് അത് ലോക്സഭാ മണ്ഡലം പുനർനിർണയവുമായി ബന്ധപ്പെടുത്തി കൂട്ടിക്കെട്ടിക്കൊണ്ട് കൊണ്ടുവന്നു ഒരു ഭേദഗതി ബില്ല്. അതിനെ പ്രതിപക്ഷം ഒന്നടങ്കം അങ്ങ് തോൽപ്പിച്ച് കളഞ്ഞു. അവരാരും വനിതാ ബില്ലിനെതിരല്ല. വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്താനുള്ള ബില്ല് ഇപ്പോഴും പാസ്സാക്കിയ നിലയിൽ നമ്മുടെ മുമ്പിലുണ്ട്, പാർലമെന്റിന്റെ മുമ്പിലുണ്ട്, ഗവൺമെന്റിന്റെ മുമ്പിലുണ്ട്, ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഇപ്പം ഇവിടെ ഭേദഗതി കൊണ്ടുവന്നു. എന്തിന്? അതിൻ്റെ കൂട്ടത്തിൽ ഈ ചുളുവിൽ മണ്ഡലം പുനർനിർണയം കൂടെ അങ്ങ് നടത്താം അവരുടെ തോന്നിയ പോലെ. അതിനെ അപരാജയപ്പെടുത്തിയത്. അതിൻ്റെ ദേഷ്യത്തിൽ, അതിൻ്റെ ജാള്യമെന്ന് മറയ്ക്കാൻ വേണ്ടി, നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി ദൂരദർശനിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. 29 മിനിറ്റ് നീണ്ട ഒരു പ്രസംഗം.
ഒരു രണ്ടാം കിട രാഷ്ട്രീയ പ്രസംഗമായിരുന്നു അത്. ഇതാ പ്രതിപക്ഷം സ്ത്രീകളുടെ അവകാശം, നാരി ശക്തിയുടെ അവകാശം തകർത്തിരിക്കുന്നു, അട്ടിമറിച്ചിരിക്കുന്നു, അതിനുള്ള ഫലം തെരഞ്ഞെടുപ്പിൽ കൊടുക്കണമെന്ന്. രാഷ്ട്രീയ പ്രചാരണം, തെരഞ്ഞെടുപ്പ് പ്രചാരണം. അതുമാത്രമല്ല, എം പിമാർ ഇതിനെതിരായിട്ട് വോട്ട് ചെയ്തതിനെ ഭ്രൂണഹത്യ എന്നാണ് വിശേഷിപ്പിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി. ഇത് പാർലമെൻറ്റിൻ്റെ തീരുമാനമാണ്, ലോക്സഭയുടെ തീരുമാനമാണ്. ആ തീരുമാനത്തെയാണ് ഭ്രൂണഹത്യ എന്ന് വിശേഷിപ്പിച്ചത്. അതിനെതിരായിട്ട് പ്രതിപക്ഷം നോട്ടീസ് കൊടുത്തു. കോൺഗ്രസും CPM ഒക്കെ നോട്ടീസ് കൊടുത്തു. അത് കിട്ടിയതായിട്ട് പോലും കമ്മീഷൻ ഇതുവരെ ഭാവിച്ചിട്ടില്ല. അതിന്മേൽ ഒരു നടപടിയും വന്നിട്ടില്ല. അതിന്മേൽ എങ്ങനെ നടപടി എടുക്കുക? മോദിക്ക് തെറ്റുപറ്റുമോ? തെറ്റുപറ്റുമെങ്കിൽ മാത്രം നമ്മളൊരു നടപടിയിലേക്ക് പോയാൽ മതിയല്ലോ. പിന്നെന്തിനാണ് അങ്ങനെ ഒരു നോട്ടീസ് നമ്മൾ പരിഗണിക്കുന്നത്? അത് ചിലപ്പോൾ ജ്ഞാനേഷ് കുമാർ എടുത്ത് കോട്ടയിലിട്ട് കാണും. അതാണ് വീണ്ടും വീണ്ടും കോൺഗ്രസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയെ തീവ്രവാദി എന്ന് വിളിച്ചാൽ അതിന്മേൽ നടപടി. പ്രധാനമന്ത്രിക്ക് എന്തു ചെയ്യാം, അല്ലെങ്കിൽ BJPക്ക് എന്ത് ചെയ്യാം? അതാണ് ചരിത്രം കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ, 10, 12, 15 വർഷങ്ങൾ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവിന് ഏതേത് വാക്കുകൾ ഉപയോഗിച്ചാണ് BJP പരസ്യമായി അതുപോലെ തന്നെ പാർലമെൻറ്റിലൊക്കെ ആക്ഷേപിച്ചിട്ടുള്ളത്? ആദ്യം പപ്പു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പപ്പുവിനേക്കാളും രാഹുൽ അങ്ങ് വല്ലാതെ വളർന്നു പോയി. ഇപ്പോഴത്തെ പ്രധാന ആക്ഷേപം എന്ന് പറയുന്നത് അദ്ദേഹം രാജ്യദ്രോഹിയാണെന്ന്, ദേശദ്രോഹിയാണെന്ന്. വിദേശത്ത് പോകുമ്പോൾ അവിടെ മോദി സർക്കാരിനെ കുറിച്ച് എന്തെങ്കിലും വിമർശനാത്മകമായിട്ട് പറഞ്ഞാൽ ഉടനെ രാജ്യദ്രോഹി. ജോർജ് സോറോസ് എന്ന് പറയുന്ന ഒരു വലിയ ബില്യനെയറുണ്ട്. അതിലെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും മറ്റ് ഗവേഷണ ആവശ്യങ്ങൾക്കും ഒക്കെ കോടാനുകോടി രൂപ ചെലവഴിക്കുന്ന ആളാണ്. ആദ്യം BJP ഇദ്ദേഹത്തെ രാജ്യദ്രോഹിയായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രുവായിട്ടങ്ങ് പ്രഖ്യാപിച്ചു. എന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് ജോർജ് സോറോസുമായിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം. അങ്ങനെ രാജ്യദ്രോഹിയായെന്ന് ഒന്നാലോചിച്ച് നോക്കി. അവർ തമ്മിൽ കണ്ടതായിട്ട് പോലും ഇതൊരു തെളിവില്ല. ജർമ്മനിയിൽ വെച്ച് ജോർജ് സോറോസിൻ്റെ ഏതോ ഒരു സുഹൃത്തിനെ രാഹുൽ ഗാന്ധി കണ്ടെത്രേ. അതോടെ രാഹുൽ ഗാന്ധി രാജ്യദ്രോഹിയാവുകയാണ്. രാജകുമാരൻ എന്നാണ് വിളിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി പലപ്പോഴും രാഹുൽ ഗാന്ധിയെ. അദ്ദേഹം രാജകുമാരനല്ല. അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ആളുകളോട് പെരുമാറുന്നത്, അവരുമായിട്ട് സഹവസിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തിന്? സോണിയാഗാന്ധിയെ വിധവ എന്നല്ലേ BJP വിളിച്ചത്? എങ്ങനെയാണ് സോണിയാഗാന്ധി വിധവയായത്? അദ്ദേഹത്തിൻ്റെ ഭർത്താവ് രാജ്യത്തിനു വേണ്ടി ബലിദാനിയായ ഒരാളാണ്. എന്നിട്ടാണ് സോണിയാഗാന്ധിയെ ആ വാക്കുപയോഗിച്ച് പരിഹാസത്തോടു കൂടി BJP പറഞ്ഞു. അതിനൊന്നും തെറ്റില്ല. കോൺഗ്രസ്സുകാരെ എന്തും പറയാം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ എന്തും പറയാം. അവിടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ ആദ്യകാല സ്ഥാപകരെ പോലും നിങ്ങൾക്ക് പുലഭ്യം പറയാം. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ വിമർശനങ്ങൾക്കും അതീതനാണ്. കാരണം അദ്ദേഹം സാധാരണ മനുഷ്യനല്ല. പ്രധാനമന്ത്രിക്കെതിരായിട്ട് എന്ത് പരാതി കൊടുത്താലും, എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനോ മറ്റതുപോലുള്ള സ്ഥാപനങ്ങളോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതാണിപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയം. അമാനുഷനായ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇടയ്ക്കിടെ നിറം മാറാൻ കഴിയുമെന്ന് പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളർമാർ വിശേഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം നല്ല വെളുത്ത് തുടുത്തിരിക്കും അദ്ദേഹത്തിൻ്റെ മുഖം. രാഷ്ട്രത്തെ ദൂരദർശനിലൂടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ നോക്കിയാൽ മതി. അതേസമയം തമിഴ്നാട്ടിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വരുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഒരു കറുത്ത മനുഷ്യനായിട്ടങ്ങ് മാറും. അതിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ദൃശ്യങ്ങൾ കാണുമ്പോൾ ഡൽഹിയിലെ മോഡി അല്ല തമിഴ്നാട്ടിൽ വരുന്ന ഉടനെ മോദി. തമിഴ്നാട്ടിലെ ആളുകൾക്ക് ആ ദ്രാവിഡ സ്നേഹം മൂലം കറുത്ത നിറത്തോടൊരു അടുപ്പമുണ്ട്. കറുപ്പിനഴക് എന്നാണ് അവർ പാടുന്നത്. പക്ഷേ ഉത്തരേന്ത്യയിൽ അത് വെളുപ്പിനഴക് എന്നാണ്. അപ്പോൾ ഉത്തരേന്ത്യയിൽ പ്രസംഗിക്കുമ്പോൾ പെരുമാറുമ്പോൾ അദ്ദേഹം വെളുത്ത മോദിയാവും, തമിഴ്നാട്ടിൽ വരുമ്പോൾ കറുത്ത മോദിയാവുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, സോഷ്യൽ മീഡിയയിലെ ട്രോളർമാർ ചൂണ്ടിക്കാണിച്ചതാണ്. ഇതൊക്കെ അമാനുഷരായ ആളുകൾക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. ഈ ആക്ഷേപം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞപ്പോൾ BJP ഇറക്കിയ ഒരു ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നു. നിങ്ങൾ വെറുതെ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് BJPയുടെ ഒരു ഔദ്യോഗികമായ ഒരു ക്യാപ്സ്യൂളാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഈ കൊടും ചൂടിൽ തമിഴ്നാട്ടിലും ബംഗാളിലുമൊക്കെ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുക. വെയിലത്ത് അദ്ദേഹം റോഡ് ഷോ നടത്തുന്നു, അത് കഴിഞ്ഞ് പൊതുയോഗങ്ങളിൽ സംസാരിക്കുന്നു.
അങ്ങനെയൊക്കെ ചെയ്താൽ ഏതൊരു മനുഷ്യൻ്റെയും നിറം അല്പം കറുത്തു പോകാം. അല്ലാതെ ഇതിൻ്റെ പിന്നിൽ മേക്കപ്പ് ഒന്നുമില്ല, അല്ലെങ്കിൽ മുഖമൊന്നും പോളിഷ് ചെയ്ത് ഇങ്ങനെ ആക്കിയതല്ല എന്നാണ് BJP പറയുന്നത്. ശരിയായിരിക്കാം, ആ കാര്യത്തിലൊരു തർക്കത്തിന് പോകുന്നില്ല. പക്ഷേ ഒരു പകല് ഈ കൊടും വെയിലത്ത് റോഡ് ഷോ നടത്തുകയോ പ്രചാരണ യോഗങ്ങളിൽ പ്രസംഗിക്കുകയോ ചെയ്താൽ ഒരു മനുഷ്യൻ്റെ തൊലിയുടെ നിറം, മുഖത്തെ ചർമ്മത്തിൻ്റെ നിറം കറുപ്പായി മാറുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഒരു ത്വക്കുരോഗ വിദഗ്ധനെ കാണിക്കുന്നത് നന്നായിരിക്കും.